കോഴിക്കോട് NIT-യിലെ അനധ്യാപക നിയമനങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. 2023 ജൂലൈ മുതൽ നടന്ന നിയമനങ്ങളിൽ വ്യാപക ക്രമക്കേടെന്ന് കാണിച്ച് പൊതുപ്രവർത്തകർ നൽകിയ പരാതിയിലാണ് നടപടി. ദീപക് മലയമ്മയുടെ വിവരങ്ങളുമായി. ദീപക്, എന്തൊക്കെയാണ് ഇതിൽ ക്രമക്കേട് ആരോപിക്കുന്നത്? എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവിൽ പറയുന്നത്? ബിനിൽ, പൊതുപ്രവർത്തകരായ നൌഷാദ് തെക്കയിലും ഒപ്പം തന്നെ നിയാസ് കാരപ്പറമ്പ്, ഷെരീഫ് മലയമ്മ തുടങ്ങിയ ആളുകളാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ NIT-യുടെ ചുമതലയുള്ള കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിക്കും ഒപ്പം തന്നെ ഗവർണർക്കും പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതി പ്രകാരം പറയുന്നത് NIT-യിൽ അനധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ NTA ഒരു ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ അനധ്യാപകരെ നിയമിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ആ NTA ടെസ്റ്റിൽ തന്നെ കോപ്പിയടി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പോലീസിന് കൈമാറാൻ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സ്വന്തക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിൽ നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ആ പരാതിയിൽ ഉന്നയിക്കുന്നത്. പരാതി മുഖ്യമന്ത്രി ഇപ്പോൾ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ചുകൊണ്ട് അത്തരത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് അടക്കം വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി രംഗത്തേക്ക് വരികയും ചെയ്യുന്നത്. ഓക്കെ, വ്യക്തമാണ്. കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു.